ഇപ്പോൾ വെബ്സൈറ്റ് ആയാലും SEO ആയാലും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആയാലും എന്തിനു വേണ്ടി നമ്മൾ ക്ലോഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒട്ടുമിക്ക ആളുകൾ ക്ലോഡിലേക്ക് തന്നെ മാറി, ChatGPT ഒക്കെ മാറ്റിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വേർഡ് പ്രസ് വെബ്സൈറ്റ് എങ്ങനെ ക്ലോഡിലേക്ക് കണക്ട് ചെയ്യാം, കസ്റ്റം കണക്ടർ വെച്ചിട്ട് എങ്ങനെ ക്ലോഡിലേക്ക് കണക്ട് ചെയ്യാം, എന്നിട്ട് നമ്മുടെ വെബ്സൈറ്റ് ആക്സസ് എങ്ങനെ ക്ലോഡിന് കൊടുക്കാം. സോ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ഒന്നും ഷെയർ ചെയ്യാതെ എങ്ങനെ ക്ലോഡിന് ഫുൾ ആക്സസ് കൊടുക്കാം. അപ്പോൾ ക്ലോഡിന് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോഡിന് നമ്മുടെ ബ്ലോഗ് പോസ്റ്റ് റൈറ്റ് ചെയ്യാനും ഓൾറെഡി ഉള്ള വെബ്സൈറ്റിലുള്ള ടെക്നിക്കൽ ഓഡിറ്റ് നടത്താനും നമുക്ക് ഈ വെബ്സൈറ്റിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാനൊക്കെ ക്ലോഡിന് ഒരു ആക്സസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഫുൾ ആക്സസ് അല്ല, നമുക്ക് ബ്ലോഗ് പോസ്റ്റ് പേജ് നമുക്കത് ലിമിറ്റ് ചെയ്യാൻ പറ്റും. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റ് ഡയറക്റ്റ് നമുക്ക് ക്ലോഡിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിലുള്ള ഇഷ്യൂസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ ക്ലോഡിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോഡ് തന്നെ അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കണ്ടുപിടിച്ച് ടെക്നിക്കൽ SEOന്റെ ഓഡിറ്റ് ചെയ്യാനും പിന്നെ അതേപോലെ എങ്ങനെ നമുക്ക് റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്യാം, പിന്നെ എന്തൊക്കെ ഇഷ്യൂസ് നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോഡ് ഓട്ടോമാറ്റിക്കലി അതിന് റെസ്പോൺസ് തരികയും അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ബ്ലോഗ് പോസ്റ്റ് റൈറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ക്ലോഡ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ ക്ലോഡ് എങ്ങനെ നമുക്ക് വേർഡ്പ്രസ്സിലേക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക, നേരെ നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് വരിക. ഓക്കെ, നേരെ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ പ്ലഗിൻസിൻ്റെ സെക്ഷനിലേക്ക് പോവുക. പ്ലഗിൻസിലായിരിക്കും നിങ്ങളൊരു പുതിയ പ്ലഗിൻ ആഡ് ചെയ്യണം, ആഡ് പ്ലഗിൻ കൊടുക്കുക. ഇതെല്ലാവർക്കും അറിയുന്നതാണ്, സാധാരണ ചെയ്യുന്നത്. അതിൽ ഇവിടെ വന്നിട്ട് റോയൽ MCP സെലക്ട് ഇതൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. ഇതാണ് നമ്മുടെ ആ പ്ലഗിൻ്റെ നെയിം. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, റോയൽ പ്ലഗിൻസിൻ്റെ റോയൽ MCP സെക്യൂർ AI കണക്ടർ ഫോർ ക്ലോഡ് ChatGPT Gemini. ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തവരെ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ സെയിം ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നേരെ നിങ്ങൾ ക്ലോഡിലേക്ക് പോവുക, ലോഗിൻ ചെയ്യുക. അവിടെ പോയിട്ട് നിങ്ങളുടെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാം പിന്നെ സ്കിൽസ്, കണക്റ്റേഴ്സ് എന്നുള്ള സെക്ഷൻ. ജസ്റ്റ് കണക്റ്റേഴ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ ഓൾറെഡി കണക്ട് ചെയ്ത ലിങ്ക്സ് ഒക്കെ ഇവിടെ കാണാം. നിങ്ങൾ കണക്ട് ചെയ്ത പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ റോയൽ MCP ടൈമിൽ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇവിടെ റോയൽ MCP എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ സെക്ഷൻ കാണാം. ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് ജസ്റ്റ് സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിൽ പോയിട്ട് ഒരു സാധനം എനേബിൾ ചെയ്യാണ്ടില്ല, എനേബിൾ റോയൽ MCP ഇൻ്റഗ്രേഷൻ. ഇത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് പറഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് താഴെ വന്നിട്ട് സേവ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം നിങ്ങൾ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് വെബ്സൈറ്റിന് കിട്ടുക, എന്തൊക്കെയാണ് റോയൽ MCPൻ്റെ ആക്സസ്, അതെന്തൊക്കെയാണ് ചെയ്യുക. അതിവിടെ ക്രിയേറ്റ് പേജ്, അപ്ഡേറ്റ് പേജ്, ഡിലീറ്റ് പേജ് എന്നൊക്കെ ഉണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു MCP സെർവർ URL കിട്ടും. ഇത് ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഇത്രയും നമ്മുടെ വെബ്സൈറ്റിൽ ചെയ്യാനുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ക്ലോഡിൽ വരിക, ഇവിടെ ആഡ് കൊടുത്തിട്ട് ആഡ് കസ്റ്റം കണക്ടർ എന്ന് കൊടുക്കുക. ജസ്റ്റ് പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്, ജസ്റ്റ് നിങ്ങളുടെ വെബ്സൈറ്റിൽ എന്താണോ പേര് കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാണ്. പിന്നെ ഇവിടെ കൊടുക്കേണ്ടത് നമ്മൾ അവിടെ നിന്ന് എന്താണോ കോപ്പി ചെയ്ത URL, MCP URL എൻഡ് പോയിന്റ് എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. ഇതിലുള്ള അഡ്വാൻസ് സെറ്റിംഗ്സ് ഒന്നും കൊടുക്കേണ്ടില്ല, ജസ്റ്റ് ആഡ് കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഇൻ്റഗ്രേഷൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ഈ കണക്ട് ക്ലിക്ക് ചെയ്യാം. കണക്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഓതൻറ്റിക്കേഷൻ സ്ക്രീൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വരും. എന്ന് വെച്ചാൽ ഇത് എനേബിൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓതറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഓതറൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വെബ്സൈറ്റും നമ്മുടെ ഈ ക്ലോഡും തമ്മിലുള്ള കണക്ഷൻ ഡണ്ണായി. ഇനിയിപ്പോൾ ഇത് ഡണ്ണായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ന്യൂ ചാറ്റിൽ പോവാം. പ്ലീസ് ലിസ്റ്റ് ഔട്ട് മൈ ലാസ്റ്റ് 10 blog posts from വെബ്സൈറ്റ്. ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നോക്കാം. ലാസ്റ്റ് നമ്മൾ പോസ്റ്റ് ചെയ്ത 10 ബ്ലോഗ് പോസ്റ്റ് ഈ ഒരു കണക്ടർ എന്ന് വെച്ചാൽ MCP കണക്ഷൻ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അതിൻ്റെ ആൻസർ ആയിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് പബ്ലിഷ് ചെയ്ത കുറച്ച് ബ്ലോഗ് പോസ്റ്റ് എന്ത് ചെയ്യും, ക്ലോഡ് തന്നെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആക്സസ് ചെയ്തിട്ട് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരും. ജസ്റ്റ് ഒന്ന് WP ഗെറ്റ് പോസ്റ്റ് എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ എനേബിൾ ചെയ്യണം. ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിൽ ഓടാവുന്ന സമയം വരെ. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ലാസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള 1 2 3 4 10 ബ്ലോഗ് പോസ്റ്റ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റും ക്ലോഡും തമ്മിലുള്ള കണക്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ജസ്റ്റ് വേണമെങ്കിൽ ആക്കിയ ക്യാൻ യു ഡിലീറ്റ് മൈ ലാസ്റ്റ് ബ്ലോഗ് പോസ്റ്റ്. ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത് ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ജസ്റ്റ് ട്രാഷിലിടുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. That would be higher as you published May 26. Deleting it permanently want me to go ahead.
ജസ്റ്റ് ഗോ ഹെഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ഫുൾ ആക്സസ് ഇപ്പോൾ ക്ലോഡിനുണ്ട്. നിങ്ങൾ എന്ത് പറയുന്നു അത് ക്ലോഡ് ചെയ്യും. നിങ്ങൾ ജസ്റ്റ് വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇതെങ്ങനെ യൂസ് ചെയ്യുന്ന SEO ചെയ്യുന്ന ആളുകൾ, വേർഡ് പ്രസ് ഡെവലപ്പർ ആയിട്ടുള്ളവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ നമ്മുടെ വേർഡ് പ്രസ് വെബ്സൈറ്റ് എങ്ങനെ ക്ലോഡിലേക്ക് കണക്ട് ചെയ്യാമെന്നും ഇത് ത്രൂ നമുക്ക് എങ്ങനെ വെബ്സൈറ്റ് ഓഡിറ്റ് നടത്താം, നമുക്ക് വെബ്സൈറ്റിന്റെ പബ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ലൈക്ക് ഇപ്പോൾ നമുക്ക് ബ്ലോഗ് പോസ്റ്റ് ആയാലും പേജ് ക്രിയേഷൻ ആയാലും എന്തായാലും എങ്ങനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ.